ടൂറിസത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് ഇന്ന് കിട്ടും. പ്ലസ് ഇതിലൊരു കൃഷിയുണ്ട്, അഗ്രികൾച്ചറും കൂടി ഉണ്ട്. നമ്മൾ ചന്ദനം കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, ചന്ദന മരങ്ങൾ കൂടെ ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നടുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഈ റിസോർട്ട് നിൽക്കുന്നത് ഒരു 5 സെന്റ് ഭൂമിയിലാണ്. അപ്പൊ ഇതൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റും കൂടിയാണ്. അപ്പൊ റിയൽ എസ്റ്റേറ്റും അഗ്രികൾച്ചറും ടൂറിസവും 3 ഇൻഡസ്ട്രികൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 108ഓളം കേവ് ഹൗസുകളാണ്. ഏകദേശം 69 പ്ലോട്ടുകളിലായി 108ഓളം കേവ് ഹൗസുകളാണ് ഇതുപോലെ വരാനുള്ളത്. അതിൽ പ്രത്യേകത ഇതൊരു നിങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടതാണല്ലോ. ഇതിന്റെ ഉൾഭാഗമെല്ലാം ക്ലേ ഫിനിഷാണ്. ഒരു ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഇതിന്റെ ഒരു ഫിനിഷാണ്, ക്ലേ ഫിനിഷാണ്. അതുപോലെ തന്നെ 4 സ്റ്റാർ ഫെസിലിറ്റിയാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റൂമിനകത്തുള്ള പ്രൈവറ്റ് പൂൾ ഉൾപ്പെടെ, വെള്ളച്ചാട്ടം ഉൾപ്പെടെ, മോഡേൺ ടോയ്ലറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് ഒരു റൂമിൽ ആവശ്യമായിട്ട് റെഫ്രിജറേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു മാസ്റ്റർ ബെഡ്റൂമിനകത്ത് തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ റൂമിൽ ഇപ്പോൾ ഒരു 4 or 5 പേരടങ്ങുന്ന പേരൻസും കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് താമസിക്കാൻ വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ബേ വിൻഡോ എന്ന് പറയുന്ന ചെറിയൊരു ബെഡ് സ്പേസും കൂടെ നമുക്ക് ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ 5 സെന്റ് സ്ഥലത്ത് ഈ 570 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് പുറമെ ഈ 5 സെന്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ 16 ചന്ദന മരങ്ങൾ കൂടെ വെച്ച് നൽകുന്നതിനോടൊപ്പം. അപ്പൊ ഇത് സ്വന്തമായിട്ട് വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മുഴുവൻ തുക മുടക്കി വാങ്ങാം. അതല്ലെങ്കിൽ 1 ലക്ഷം രൂപ മുതലുള്ള ഷെയർ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ടും ഈ ഒരു പ്രോജക്റ്റിന്റെ ടൂറിസവും അഗ്രികൾച്ചറും റിയൽ എസ്റ്റേറ്റും കൂടെ ഒരുമിച്ച് കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകാനും ഇതിന്റെ എല്ലാ ബെനിഫിറ്റുകളും ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 4 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കൂടുതൽ ഗസ്റ്റുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കേണ്ടത് അത്യാവശ്യമുണ്ട്. കാരണം 20,000 രൂപ മുതൽ 50,000 അതിന് മുകളിലുള്ള എമൗണ്ട് ആണ് ഒരു ദിവസം നമ്മൾ ഇതിന് പെർ ഡേ റെന്റ് വാടക ഇനത്തിൽ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ റൂം സൗകര്യങ്ങൾ മാത്രം പോരാ, മറ്റ് കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള കോമൺ സ്വിമ്മിംഗ് പൂളുകൾ, ഓഡിറ്റോറിയം, റെസ്റ്റോറന്റ്, മിനി സൂ, ക്യാമ്പ് ഫയർ, DJ ഹോൾ, റെയിൻ ഡാൻസ്, ഓപ്പൺ സ്റ്റേജ്, ബോട്ടിംഗ്, ഫിഷിംഗ്, ഹോഴ്സ് റൈഡിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ലൈബ്രറി, മെഡിറ്റേഷൻ ആൻഡ് യോഗ ഹാൾ, ആർട്ട് ഗാലറി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കോമൺ ഫെസിലിറ്റീസും നമ്മൾ ഇതിന്റെ കൂടെ കമ്പനി തന്നെ ചെയ്തിടുന്നുണ്ട്. ഇവർ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നാൽ ഈ ഒരു 5 സെന്റ് സ്ഥലവും അതിനുള്ള ഈ ഒരു കേവ് ഹൗസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റികളും കമ്പനി നിങ്ങൾക്കായിട്ട് അവിടെ തയ്യാറാക്കി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണ രീതിയിലുള്ള ഒരു റിസോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മളൊരു റിസോർട്ടിൽ നമ്മൾ എടുത്ത് പറയാനുള്ളത്, ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ഏകദേശം 500-ലധികം ആളുകളെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്പേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം, നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഊട്ടിയിലും വാഗമണിലും മൂന്നാറിലും അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ച് നമ്മൾ നമ്മുടെ കമ്പനിയുടെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതുപോലെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ 10,000-കണക്കിന് കമ്പനികൾ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളുടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ് റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ 500ഓളം പേർക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് വളരെ ചുരുക്കമാണ്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇതും ഒരു വലിയ അട്രാക്ഷൻ തന്നെ. അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി പറയാവുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി മുതൽ, അതായത് നെല്ലായാലും പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഇറച്ചി, പാല്, മീൻ, മുട്ട,
എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം നമ്മൾ പുറത്തേക്ക് വാങ്ങുകയല്ല, ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് കോൺസെപ്റ്റിലൂടെ നമ്മൾ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്വന്തം കൃഷി ചെയ്യുന്നതോടുകൂടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത.